മഹാഭാരത ഗാഥ തുടരുകയാണ്. ഗാന്ധാരി. ഗാന്ധാരദേശാധിപനായ സൗബലൻ്റെ പുത്രിയായി ഗാന്ധാരി പിറന്നു. പുത്രനും പുത്രിയുമൊക്കെ മിക്കപ്പോഴും പിതാവിൻ്റെ പേരിൽ മാത്രം അറിയപ്പെട്ടു. അമ്മ മിക്കവാറും നിഴലായി മറഞ്ഞു നിന്നു. ഗാന്ധാരി സൗന്ദര്യമുള്ള വനിത, സൗശീല്യത്തിൻ്റെ നിറകുടം. അന്ധനായ ധൃതരാഷ്ട്രന് വിവാഹാലോചനയുമായി ഭീഷ്മൻ്റെ ദൂതൻ ഗാന്ധാരത്തിലെത്തി. ആ ദൂതപ്രേഷണത്തിൽ പ്രതാപത്തിൻ്റെ, അധികാരത്തിൻ്റെ സ്പർശമുണ്ടായിരുന്നു. ഹസ്തിനപുര ചക്രവർത്തിയുടെ ഗൗരവസ്വര സ്പർശം. കണ്ണു കാണാത്തവനായതുകൊണ്ട് സൗബലൻ ആദ്യമൊന്ന് പതറി മടിച്ചു. പിന്നെ അന്ധനാണെങ്കിലും ധൃതരാഷ്ട്രൻ്റെ വംശാവലി നോക്കി. കുരുവംശ രാജാക്കന്മാരുടെ താവഴി. കണ്ണു കാണാത്തവനാണെന്ന കാര്യമൊക്കെ നിസ്സാരം. ധൃതരാഷ്ട്രനുമായുള്ള വിവാഹബന്ധം ഗുണം ചെയ്യും. പല കാര്യത്തിലും അനുകൂലവും ലാഭകരവും പ്രതാപമഹിമയുണ്ടാക്കുന്നതുമാകും. അതൊക്കെ ഭാവിയിൽ ഉപകരിക്കും. വിവാഹം ഉറപ്പിച്ചു. ഗാന്ധാരി തൻ്റെ വിവാഹം ഉറപ്പിച്ചത് അറിഞ്ഞു. അച്ഛൻ്റെ മകൾ, അനുസരണശീല, സമ്മതം ചോദിക്കൽ പതിവില്ല. മറ്റുള്ളവർ തീരുമാനിക്കും, സ്ത്രീ അനുസരിക്കും. ചോദ്യമില്ല. അന്ധനായാലും സമ്മതം. ധൃതരാഷ്ട്രൻ ചക്രവർത്തി. സഹോദരനായ ശകുനി സഹോദരിയായ ഗാന്ധാരിയെയും കൂട്ടി ഗാന്ധാരത്തു നിന്നും ഏറെ അകലെയുള്ള ഹസ്തിനപുരിയിലെത്തി. വിവാഹമാലോചിച്ച വരൻ്റെ വീട്ടിൽ വധു എത്തിയ ശേഷം പരിണയം. വിചിത്രമായ ആചാരം. വിവാഹാഘോഷങ്ങൾ പൊടിപൊടിച്ചു. ഗാന്ധാരി ഹസ്തിനപുരിയിലെ രാജ്ഞിയായി മാറി. അന്നു തൊട്ട് ശകുനി അവിടെ കുടിയേറിപ്പാർത്തു. രാജകൊട്ടാരം എന്ന അധികാര കേന്ദ്രത്തിൽ ഗാന്ധാരി വാണു. രാജ്ഞിയുടെ രാജകീയതയുടെ ആലഭാരങ്ങളുമായി, ചക്രവർത്തിയുടെ പട്ടമഹിഷി പട്ടവുമായി ഗാന്ധാരി ജീവിച്ചു. വിനയാന്വിതകളായ പരിചാരികമാർ, ഭൂമിയോളം കുനിഞ്ഞു താണുവണങ്ങുന്ന പരിചാരകന്മാർ, വിരൽത്തുമ്പത്ത് സമ്പത്ത്. ധൃതരാഷ്ട്രനിൽ ഗാന്ധാരിക്ക് 100 പുത്രന്മാർ പിറന്നു. പിന്നെ ദുശ്ശള എന്ന പുത്രിയും. ഗാന്ധാരിയുടെ കണ്ണുനീർ. സ്ത്രീപർവത്തിൽ ഗാന്ധാരി കൃഷ്ണനെയും പാണ്ഡവരെയും ശപിക്കാനൊരുങ്ങുന്ന രംഗം ഏറെ പ്രാധാന്യത്തോടെ ഇതിഹാസം ആഖ്യാനം ചെയ്യുന്നുണ്ട്. യുദ്ധം കഴിഞ്ഞ് തന്നെ കാണാനെത്തുന്ന വിജയികളുടെ നേർക്ക് തനിക്കുള്ള രോഷം മറച്ചുവെക്കാനാവില്ല എന്ന് ഗാന്ധാരി കരുതി. 101 മക്കളുടെ അമ്മ. 100 പേരും മരിച്ചു. അവരിൽ ദുര്യോധനൻ, ദുശാസനൻ, വികർണൻ എന്നിവരൊഴികെ മറ്റുള്ളവരൊക്കെ അറിയപ്പെടാത്തവർ, മുഖമില്ലാത്തവർ, കൊല്ലപ്പെടുമ്പോൾ മാത്രം പേര് വെളിപ്പെടുന്നവർ. 100 പേരെയും വധിച്ചത് ഒരേയൊരാൾ, ഭീമൻ. ദുശാസനനെ ഭീമൻ ദാരുണമായി കൊന്ന് രക്തം കുടിച്ച് പ്രതിജ്ഞ നിറവേറ്റി. ദുര്യോധനനെ ചതിയിൽ തുടക്കടിച്ചു വധിച്ചു. 18 ദിവസം കൊണ്ട് 100 മക്കളെ നഷ്ടപ്പെട്ട അമ്മ. ഒരേയൊരു മകൾ ദുശ്ശള വിധവയുമായി. ഗാന്ധാരിയുടെ ഉള്ളിൽ രോഷം കത്തി. 100 മക്കൾ കൊല്ലപ്പെട്ട അമ്മയുടെ കണ്ണുനീർ. വാർദ്ധക്യത്തിൽ തനിച്ചാക്കി അവരൊക്കെ പോയി. ഭീമൻ ഒരാളെപ്പോലും ബാക്കി വച്ചില്ല. അതുകൊണ്ട് കൃഷ്ണനെയും പാണ്ഡവരെയും കണ്ടപ്പോൾ ഗാന്ധാരിയുടെ ഹൃദയം കനത്തു. ഗാന്ധാരി എന്ന സ്ത്രീയിലെ അമ്മയുടെ ഹൃദയത്തിൽ അഗ്നി കത്തി നിന്നു. ശോകത്തിൻ്റെ തീ, രോഷത്തിൻ്റെ ജ്വാല. ഹൃദയം നൊന്തുവിങ്ങി. ശാപവാക്കുകൾ ഉള്ളിൽ നിറഞ്ഞു. അതിലേക്ക് വരാം. അതിനു മുമ്പ് ചില സമസ്യകളെ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. ഗാന്ധാരിയുടെ ദുഃഖം അഗാധമാണ്, നിസ്സീമമാണ്, അപരിഹാര്യമാണ്. മക്കളില്ലാതാകുമ്പോൾ അമ്മമാർക്ക് അനുഭവപ്പെടുന്ന വേദന വിവരിക്കാൻ വാക്കുകളില്ല. എന്നാൽ ആർക്കെങ്കിലുമെതിരെ ശാപവാക്കുകളുടെ വാളെടുത്തു വീശുന്നതിനു മുമ്പ് ഗാന്ധാരി എന്ന സ്ത്രീ, ഗാന്ധാരി എന്ന രാജ്ഞി എന്താണ് ചെയ്തത്? ഹസ്തിനപുരിയിലെ അധികാരത്തിൻ്റെ ഇടനാഴികകളിൽ നിശബ്ദം നടന്നുപോയ ഒരു രാജ്ഞി ആയിരുന്നില്ല അവർ. സ്വന്തം അഭിപ്രായങ്ങൾ ചിലപ്പോഴൊക്കെ പറയാൻ മടി കാണിച്ചിട്ടില്ല. ഇന്ദ്രപ്രസ്ഥത്തിൽ ഐശ്വര്യവാന്മാരായി കഴിയുന്ന പാണ്ഡവരെ കള്ളച്ചൂത് കളിക്ക് വിളിക്കുമ്പോൾ ഗാന്ധാരിക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. കുന്തിയുടെ മക്കളോട് അപ്രകാരം മര്യാദകേട് കാണിക്കുന്നത് അനുചിതമാണ് എന്ന് ഗാന്ധാരിക്ക് തോന്നിയില്ല. ഹസ്തിനപുരിയിൽ നിന്ന് എല്ലാവരും ഇന്ദ്രപ്രസ്ഥത്തിൽ പോയി പാണ്ഡവരുടെ സൽക്കാരത്തിൽ സന്തോഷവാന്മാരായി തിരിച്ചെത്തിയതിനു ശേഷം ഏറെ വൈകാതെയായിരുന്നു ചൂതുകളിക്കുള്ള ക്ഷണം. അനുദ്യൂതം അവർ അത് തടയാൻ ശ്രമിച്ചു. അത് ദുശ്ശകുനങ്ങൾ കണ്ടപ്പോൾ മാത്രം. ദ്രൗപദിക്ക് നേരിട്ട അപമാനത്തിലല്ല,
ഹസ്തിനപുരിയുടെ രക്ഷയിലായിരുന്നു ഗാന്ധാരിക്ക് ഉത്കണ്ഠ. അന്തഃപുരത്തിൽ ദ്യൂതപർവത്തിൽ ദുരന്തങ്ങൾ അരങ്ങേറുമ്പോൾ ഗാന്ധാരി അന്തഃപുരത്തിലുണ്ടായിരുന്നു. രാജസഭയിൽ സഹോദരൻ്റെയും മൂത്തമകൻ്റെയും നേതൃത്വത്തിൽ ഭർത്താവിൻ്റെ സാക്ഷ്യത്തിൽ നടന്ന കള്ളച്ചൂതുകളിയുടെ ഒരു ഘട്ടത്തിലും ഗാന്ധാരി ഇടപെട്ടില്ല. മാത്രമല്ല, ഉപജാപത്തിൻ്റെ മുഖ്യ ആസൂത്രകനും പ്രയോക്താവും തൻ്റെ സഹോദരനാണെന്നറിഞ്ഞിട്ടും ഗാന്ധാരി ഇടപെട്ടില്ല. ആദ്യം പ്രാതിഗാമി അന്തഃപുരത്തിൽ വന്നപ്പോഴും പിന്നീടൊരിക്കൽ കൂടി അയാൾ മുഖം കാണിച്ചപ്പോഴും ഗാന്ധാരി മൗനം പാലിച്ചു. അന്തഃപുരത്തിലെ ഗാന്ധാരിയുടെ സാന്നിധ്യത്തെ സംബന്ധിച്ച് ഇതിഹാസം മൗനം പാലിച്ചു. പിന്നീട് പുത്രനായ ദുശാസനനെത്തി പാഞ്ചാലിയെ വലിച്ചിഴച്ചപ്പോഴും ഗാന്ധാരി എവിടെയും ഉണ്ടായിരുന്നില്ല. ദ്രൗപദി രജസ്വലയും ഏകവസ്ത്രധാരിണിയും ആയിരുന്നു. എന്നിട്ടും സ്വന്തം പുത്രൻ സഹോദരപുത്രന്മാരുടെ പത്നിക്ക് മേൽ ചെയ്യുന്ന അതിരില്ലാത്ത അക്രമപ്രവൃത്തിക്ക് നേരെ ഗാന്ധാരിയുടെ നേർത്ത പ്രതിഷേധം പോലും ഉണ്ടായില്ല. ദ്രൗപദി ക്ഷണിക്കപ്പെട്ടെത്തിച്ചേർന്ന ഇന്ദ്രപ്രസ്ഥത്തിലെ രാജ്ഞി, സ്ഥാനം മഹിമയനുസരിച്ച് ഗാന്ധാരിക്ക് തുല്യയായി നിൽക്കുന്നവൾ. ദ്രൗപദി ക്ഷണിക്കപ്പെട്ട് എത്തിച്ചേർന്ന ഇന്ദ്രപ്രസ്ഥത്തിലെ രാജ്ഞി, സ്ഥാനമഹിമയനുസരിച്ച് ഗാന്ധാരിക്ക് തുല്യയായി നിൽക്കുന്നവൾ. എന്നിട്ടും ഗാന്ധാരി എതിർപ്പുമായി രംഗത്തെത്തിയില്ല. ക്ഷണിക്കപ്പെട്ടു വന്ന അതിഥിയുടെ നിലവിളി അന്തഃപുരത്തിൽ മുഴങ്ങിയിട്ടും ആതിഥേയി അതിന് മൗനത്താൽ സമ്മതം നൽകിയതുപോലെ മനസ്സിലാക്കപ്പെട്ടു. സ്വന്തം അന്തഃപുരത്തിൽ നടന്ന പൈശാചികതയ്ക്കെതിരെ ആദ്യം സംസാരിക്കേണ്ടത് ഹസ്തിനപുരിയിലെ രാജ്ഞിയായിരുന്നില്ലേ? അന്തഃപുരത്തിൽ കടന്ന് അക്രമം കാണിച്ച ദുശാസനൻ എന്ന സ്വന്തം പുത്രനെ ഗാന്ധാരി തടഞ്ഞില്ല. കള്ളച്ചൂതുകളിയിൽ ജയിച്ചതുകൊണ്ട് മാത്രം എന്തും പ്രവർത്തിക്കാനുള്ള ദുഷ്ടത കാണിക്കാൻ ആവില്ല എന്ന് ഗാന്ധാരി പറഞ്ഞില്ല. സഭയിലിരുന്ന് ആജ്ഞകൾ നൽകുകയായിരുന്ന മൂത്തപുത്രനെ വിളിച്ചു വരുത്തി ശാസിച്ചില്ല. അതൊക്കെ പുരുഷന്മാരുടെയും രാജാക്കന്മാരുടെയും കാര്യം എന്നു പറഞ്ഞ് മഹാരാജ്ഞി നിശബ്ദത പാലിച്ചു. അത് സഹോദരപുത്രന്മാരുടെ പത്നിയെ വസ്ത്രാക്ഷേപം നടത്താനുള്ള മൗന അനുവാദമായി മറ്റുള്ളവർ കണ്ടിരിക്കാം. ഇത്തരം ഒട്ടേറെ സമസ്യകൾ ദ്യൂതപർവത്തിലെ ഗാന്ധാരിയുടെ മൗനത്തിൽ നിന്ന് വായിച്ചെടുക്കാവുന്നതാണ്. ഗാന്ധാരിയുടെ ഇടപെടൽ. രാജ്യകാര്യങ്ങളിൽ ഗാന്ധാരി ഉത്കണ്ഠാപൂർവം ഇടപെട്ട നിരവധി മുഹൂർത്തങ്ങൾ ഇതിഹാസം ആലേഖനം ചെയ്യുന്നുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ രാജധാനിയുടെ ഐശ്വര്യ ചിഹ്നങ്ങൾ അണിഞ്ഞ് വിരാജിക്കുന്ന സാധാരണ രാജപത്നിയായിരുന്നില്ല അവർ. ലോകത്തിൻ്റെ കാഴ്ചകൾക്ക് നേരെ സ്വയം നേത്രാവരണമണിയാൻ ആത്മധീരത കാണിച്ചവരാണ് അവർ. അന്ധനായ തൻ്റെ ഭർത്താവിനോടുള്ള ഐക്യപ്പെടലായും തൻ്റെ തന്നെ മൗന പ്രതിഷേധമായും അതിനെ വായിച്ചെടുക്കാനാകും. കഥാഗതിയുടെ ചില സവിശേഷ സന്ദർഭങ്ങളിൽ രാജ്യത്തിൻ്റെ ഭാഗധേയം അപകടാവസ്ഥയിലാകും എന്ന ഉത്കണ്ഠ സ്വയം ഏറ്റെടുത്ത് ഗാന്ധാരി അന്തഃപുരത്തിൽ നിന്ന് പുറത്തുവന്ന് സജീവമായി ഇടപെടുന്നത് കാണാം. ദ്രൗപദിയെയും പാണ്ഡവരെയും ആഴത്തിൽ മുറിവേൽപ്പിക്കാനായി ദുര്യോധനൻ യുവരാജാവിന് ചേരാത്ത അധമ കർമ്മം ചെയ്തു. ദുര്യോധനൻ താൻ ധരിച്ചിരുന്ന വസ്ത്രം നീക്കി അശ്ലീലം സ്ഫുരിക്കുന്ന ചിരിയുമായി തൻ്റെ തുടകൾ പ്രദർശിപ്പിച്ച് അവിടെ തട്ടിക്കൊണ്ട് മനഃപൂർവ്വം പാണ്ഡവപത്നിയെ നോക്കി. പിന്നീട് വീണ്ടും വിജയഭാവത്തിൽ ചിരിച്ച് ഭീമസേനനെ നോക്കി. സഭ വീർപ്പടക്കി നിന്നു. അന്ധനായ രാജാവ് പതിവ് പോലെ അതൊന്നും കണ്ടില്ല. മുതിർന്നവർ ഒരു നിമിഷം തല താഴ്ത്തിയിരുന്നു. സഭ സ്തബ്ധം. അതിനു മുമ്പ് കർണൻ പരസ്യമായി ഉറക്കച്ചിരിച്ച് പാഞ്ചാലിയോട് പറഞ്ഞിരുന്നു, നിനക്കിനി 5 പേരല്ല 100 പേരാണ് ഭർത്താക്കന്മാർ. അവരിൽ നീ ക്രമമായി കാമസുഖമനുഭവിച്ച് സുഖിച്ചിരിക്കുക. ദാസിക്ക് അതൊക്കെ ചേർന്നതാണ്. തുട തകർന്ന് മൃതപ്രായനായി കിടക്കുന്ന ദുര്യോധനൻ്റെ തലയിൽ പലതവണ ചവിട്ടുമ്പോൾ ഭീമൻ ദുര്യോധനൻ്റെ പ്രസ്തുത പ്രവൃത്തി ഓർത്തിരിക്കണം. പുരുഷന്മാർ മാത്രം സന്നിഹിതരായ ദ്യൂതസഭയിൽ വച്ച് നിരപരാധിനി ദാരുണമായി അപമാനിക്കപ്പെട്ടപ്പോൾ രാജസഭയാകെ സമാനതയില്ലാത്ത ആ ലജ്ജാകരമായ കർമ്മം പ്രതികരണം നഷ്ടപ്പെട്ട് കണ്ടുനിന്നപ്പോൾ മൂക്കത്ത് ശുണ്ഠി വരുമ്പോഴേക്കും ഉറയിൽ നിന്ന് വാളൂരി വീശി ക്ഷാത്രവീര്യം പ്രകടിപ്പിക്കുന്ന പുരുഷകേസരിമാരൊക്കെ ദാർശനികത നടിച്ച് നിഷ്ക്രിയരായി നിന്നപ്പോൾ
പ്രകൃതി തിരിച്ചടിച്ചതായി ഇതിഹാസം രേഖപ്പെടുത്തുന്നു. ഭയാനകമായ ദുസ്സൂചനകൾ ദൃശ്യമായി അതിശയോക്തിയും കൽപ്പനയും ചേർത്തി ഇതിഹാസം പറയുന്നു. യജ്ഞവേദികളിൽ കുറുക്കന്മാരോരിയിട്ടു, കഴുതകൾ കൂട്ടത്തോടെ കരഞ്ഞു, ശവന്തീനിക്കഴുകന്മാർ കൂർത്ത കണ്ണുകളും കൊക്കുകളുമായി വട്ടം ചുറ്റിപ്പറന്നു. എവിടെ നിന്നൊക്കെയോ ഘോര ശബ്ദങ്ങൾ ഉയർന്നു. കണ്ണു കാണില്ലെങ്കിലും രാജാവിന് കാര്യം മനസ്സിലായി. ധൃതരാഷ്ട്രൻ ഭയന്നു വിറച്ചു. വിതുരൻ നടുങ്ങി. 4 സംഘം മന്ദബുദ്ധികളെപ്പോലെ നിലകൊണ്ടു. ഗാന്ധാരി അപ്പോൾ അന്തഃപുരത്തിൽ നിന്ന് ഓടിയെത്തി. അവർ ഞെട്ടിവിറച്ചു. ഹസ്തിനപുരിയുടെ ആസന്നമായ അധപ്പതനം മുൻകൂട്ടി കണ്ട ഞെട്ടൽ. ആ വരവ് ഒരല്പം മുമ്പായിരുന്നുവെങ്കിൽ ഭാരതയുദ്ധം ഒരു മിഥ്യയായി അവശേഷിച്ചേനെ. ധൃതരാഷ്ട്രൻ്റെ വരദാനത്തിൽ രാജ്യവും നഷ്ടപ്പെട്ടതൊക്കെയും തിരിച്ചു കിട്ടിയ പാണ്ഡവർ യാത്രയായി. വീണ്ടും പുത്രൻ്റെ നിർബന്ധത്തിനു വഴങ്ങി ധൃതരാഷ്ട്രൻ യുധിഷ്ഠിരനെ ചൂതുകളിക്കായി തിരിച്ചു വിളിച്ചു. അതറിഞ്ഞ് ഗാന്ധാരി വീണ്ടും ഓടിയെത്തി നാടുവാഴുന്ന തൻ്റെ അന്ധനായ ഭർത്താവിനോട് മൊഴിഞ്ഞു. നമ്മുടെ മൂത്തപുത്രൻ ജനിച്ചപ്പോൾ ഉണ്ടായ ദുസൂചനകൾ അങ്ങ് മറന്നുപോയോ? അവൻ കുറുക്കനെപ്പോലെ ഓരിയിട്ടു. വിതുരൻ അവനെ കൊന്നുകളയാൻ ഉപദേശിച്ചു. മറന്നുപോയോ അങ്ങ്? നമ്മുടെ മകൻ കുലഘാതകനാകും. അങ്ങ് അത് മനസ്സിലാക്കൂ. അവൻ്റെ താന്തോന്നിത്തം അങ്ങ് അനുവദിക്കരുത്. ഭവാൻ അറിവുള്ളവൻ, പക്വത കൈവരിച്ചവൻ, വൃദ്ധൻ. ദയവായി ചിന്തിക്കുക. കുട്ടികളെപ്പോലെയാകരുത്. ദുര്യോധനൻ കുലവൈരി. അവനെ കളയുക. നമുക്ക് അവനെ ആവശ്യമില്ല. അത് ഞാൻ നേരത്തെയും പറഞ്ഞു. ഭവാൻ അത് കേട്ടില്ല കൂവോ? ഗാന്ധാരിയുടെ ഇടറുന്നതെങ്കിലും ശക്തമായ വാക്കുകൾ കേട്ട് ധൃതരാഷ്ട്രൻ കുലുങ്ങിയില്ല. അന്ധനായ ഭർത്താവ് പത്നിയുടെ വാക്കുകൾ തള്ളിക്കളഞ്ഞു. വാശിയും ബുദ്ധിശൂന്യതയും ധാർഷ്ട്യവും കൊണ്ട് അദ്ദേഹത്തിൻ്റെ മുഖം കൂടുതൽ കറുത്തു. പിന്നെ സഹധർമ്മിണിയെ നോക്കി അസുന്ദരമായ ശബ്ദത്തിൽ, ഇത്തരം അവസരങ്ങളിൽ ചിന്താശൂന്യരായ അവിവേകികൾ മൊഴിഞ്ഞു. വരുന്നത് വരും. മുടിയാനാണ് വിധിയെങ്കിൽ മുടിയും. ഞാൻ പിന്തിരിയില്ല. ധർമ്മപുത്രനെ ചൂതുകളിക്ക് തിരിച്ചു വിളിക്കും. എല്ലാം എൻ്റെ മകൻ്റെ ഇച്ഛ പോലെ നടക്കട്ടെ. വീണ്ടും ചൂതാട്ടം നടക്കട്ടെ. ഗാന്ധാരി വീണ്ടും എതിർത്ത് പറഞ്ഞില്ല. പറയാൻ കഴിഞ്ഞില്ല. ഭർത്താവാണെങ്കിലും രാജാവാണല്ലോ. കൂടുതൽ ധീരമായി ഊർജ്ജസ്വലമായി അവർക്ക് പറയാമായിരുന്നില്ലേ എന്ന് തോന്നാം. പാരമ്പര്യത്തിൻ്റെ ആദർശ സ്ത്രീരത്ന മാതൃക ഗാന്ധാരിയെ തടഞ്ഞിരിക്കാം. ധൃതരാഷ്ട്രനോട് പറഞ്ഞതുപോലെ ദ്യൂതസഭയിൽ വച്ച് ഗാന്ധാരിക്ക് ദുര്യോധനനോടോ ദുശാസനനോടോ പറയാമായിരുന്നു. അപ്പോൾ അവർ പാലിച്ച ഇരുണ്ട മൗനത്തിന് പിന്നീട് വലിയ വില കൊടുക്കേണ്ടി വന്നു. ഇതിഹാസത്തിലെ വാചാലമായ മൗനങ്ങളിൽ ഒന്നത്രേ പ്രസ്തുത സന്ദർഭത്തിലെ ഗാന്ധാരിയുടെ അനവധാനത. ദുസൂചനകൾ കണ്ട് അവ ഹസ്തിനപുരിയുടെ നാശത്തെ പ്രവചിക്കുന്നവയാണ് എന്ന വിധിബോധത്തിൽ നിന്നായിരുന്നു ഗാന്ധാരിയുടെ ഇടപെടൽ. ആ പ്രത്യുൽപ്പന്നമതിത്വം അല്പം പോലും അന്തഃപുരത്തിൽ വച്ച് ഗാന്ധാരിക്കുണ്ടായില്ല. ദുര്യോധനൻ, ദുശാസനൻ, ശകുനി, കർണൻ എന്നിവർ ചേർന്ന 4 സംഘത്തിലെ ആരെയും ഫലപ്രദമായി സ്വാധീനിക്കാൻ ഗാന്ധാരിക്ക് കഴിഞ്ഞില്ല. രണ്ടും കൽപ്പിച്ച് ഗാന്ധാരി എന്ന അമ്മയുടെ ധാർമ്മിക ധീരത അവിടെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ അത് അത്രയേറെ ഐതിഹാസികമായേനെ. മനസ്വിനിമാരുടെ മഹിമാവാർന്ന ഉയരങ്ങളിലേക്ക് ഗാന്ധാരിക്ക് കുതിച്ചെത്താൻ ആകുമായിരുന്നു. ആ ശ്രേഷ്ഠ മനസ്കത കൊണ്ടാടപ്പെടുമായിരുന്നു. സ്ത്രീപർവ്വത്തിലെ ഗാന്ധാരിക്ക് തിളക്കം കൂടുമായിരുന്നു. യുദ്ധഭൂമിയിലെ ഗാന്ധാരിയുടെ വിലാപങ്ങളുടെ ആർജവത്തിന് ആഴം അധികമാകുമായിരുന്നു. ഗാന്ധാരി ദുര്യോധനനോട് ദീർഘമായി സംസാരിക്കുന്ന രംഗം ഇതിഹാസത്തിലുണ്ട്. പ്രസ്തുത സംഭാഷണം ഉദ്യോഗപർവത്തിലെ 129 അധ്യായത്തിൽ ആഖ്യാനം ചെയ്തിരിക്കുന്നു. കൃഷ്ണദൂത് പരാജയപ്പെട്ട സന്ദർഭത്തിൽ ധൃതരാഷ്ട്രൻ വിതുരനോട് ഗാന്ധാരിയെ സഭയിലേക്ക് കൊണ്ടുവരുവാൻ ആവശ്യപ്പെടുകയാണ്. കൃഷ്ണൻ്റെ ഭാഷണം കേൾക്കാൻ തയ്യാറാകാതെ ദുര്യോധനൻ സഭ വിട്ടിറങ്ങിപ്പോയിരുന്നു. കൃഷ്ണനെ തൻ്റെ മകൻ അനാദരിച്ചപ്പോൾ ധൃതരാഷ്ട്രൻ പരിഭ്രമിച്ചു. മകനെ ഉപദേശിക്കാൻ ധൃതരാഷ്ട്രൻ അവൻ്റെ അമ്മയെ എത്തിക്കുകയായിരുന്നു. ദീർഘദർശിനി, കീർത്തിമതി തുടങ്ങിയ വിശേഷണങ്ങളാണ് ഇതിഹാസം ഈ ഭാഗത്ത് ഗാന്ധാരിക്ക് നൽകുന്നത്. പുത്രൻ എത്തുന്നതിനു മുമ്പ് ഗാന്ധാരി അയാളെക്കുറിച്ച് പറഞ്ഞ വിശേഷണങ്ങളിൽ രാജ്യാർത്ഥി, ദുഷ്ടൻ, ദുരമൂത്തവൻ, മൂഢൻ, ജളൻ,
ദുസ് ദുസ്സഹായൻ, ദുരാത്മാവ് തുടങ്ങിയ വാക്കുകൾ നിറഞ്ഞു നിന്നു. സ്വന്തം പുത്രൻ്റെ ഭാഗത്താണ് തെറ്റ് എന്നു മനസ്സിലായിട്ടും അതിന് സാധിക്കാതെ പതറിപ്പോയവരാണ് ധൃതരാഷ്ട്രനും ഗാന്ധാരിയും. അവരിരുവരും ദൃഢമായ ചില തീരുമാനങ്ങൾ എടുത്തിരുന്നുവെങ്കിൽ കഥ മാറിയേനെ. സഭയിലെത്തിയ ഗാന്ധാരി രാജാവായ ഭർത്താവിനോട് മുഖം നോക്കാതെ സത്യം പറഞ്ഞു. നമ്മുടെ പുത്രൻ ചെയ്ത ഗർഹണീയമായ കുറ്റങ്ങൾക്ക് ഭവാനും ഉത്തരവാദിയാണ്. എല്ലാം അറിഞ്ഞുകൊണ്ട് ഭവാൻ അവനെ പ്രോത്സാഹിപ്പിച്ചു. അതുകൊണ്ട് അങ്ങ് കുറ്റക്കാരനാണ്. അങ്ങയുടെ പുത്രപ്രിയത അപകടം വരുത്തി. അവൻ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും അങ്ങ് കൂട്ടുനിന്നു. നല്ല വാക്കുകൾ കൊണ്ട് തീർക്കാമായിരുന്ന ഒരു കാര്യം ഇപ്പോൾ അങ്ങ് യുദ്ധത്തിലേക്ക് എത്തിച്ചു. രാജാവിനോട് കാര്യങ്ങൾ വെട്ടിത്തുറന്നു പറയാനുള്ള ആത്മധീരത ഗാന്ധാരിക്ക് കൈമോശം വന്നില്ല. ഗാന്ധാരി ഉടൻ ദുര്യോധനനെ വരുത്താൻ ദൂതനെ വിട്ടു. സഭയിൽ നിന്നിറങ്ങിപ്പോയി. ഉപജാപത്തിൽ മുഴുകിയിരുന്ന ദുര്യോധനൻ അമ്മയുടെ അടുത്തേക്ക് വന്നു. ഗാന്ധാരി ദുര്യോധനനോട് പറഞ്ഞു, ദുര്യോധന, എൻ്റെ മകനെ, നീ ഒന്ന് മനസ്സിലാക്കുക. നന്മയുടെ ഭാഗത്തേക്ക് തിരിയുക. ഭീഷ്മനും ദ്രോണനും കൃപനും വിതുരനുമൊക്കെ പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കുക. പുത്ര, തോന്നിയ പോലെ ഭരിക്കാനുള്ളതല്ല രാജ്യം. അതൊരു വേദനാകരമായ ഉത്തരവാദിത്വമാണ് എന്ന് തിരിച്ചറിയുക. അടക്കമില്ലാത്തവൻ ഏറെക്കാലം രാജ്യം ഭരിക്കില്ല. കാമക്രോധങ്ങൾക്ക് കീഴടങ്ങരുത്. രാജാവിനെ സംബന്ധിച്ചിടത്തോളം നിയന്ത്രണം പാലിക്കേണ്ടത് പ്രധാനമാണ്, അനിവാര്യമാണ്. ഉള്ളിൽപ്പെട്ട കാമക്രോധങ്ങൾ വലയിൽപ്പെട്ട മീനുകൾ പോലെയാണ്. അവ കലമ്പൽ കൂട്ടി വിവേകത്തെ ഇല്ലാതാക്കും. മകനെ, യുദ്ധത്തിൽ ശുഭമായ ഒന്നുമില്ല, ധാർമ്മികമായ ഒന്നുമില്ല. ജയം എന്നും നിലനിൽക്കില്ല ഉണ്ണി. യുദ്ധത്തിൽ നിന്ന് പിന്മാറുക. ജയമെന്നും നിന്നെ അനുഗ്രഹിക്കില്ല. നീ പോകും, വേറെ ഒരാൾ വരും, അത്രമാത്രം. അധികാരമൊന്നും ശാശ്വതമല്ല. പാണ്ഡവർക്ക് അവരർഹിക്കുന്നത് നൽകുക. നിനക്ക് സുഖം വരും. പകുതി രാജ്യം അവർക്ക് കൊടുക്കണം. ഗാന്ധാരി നിർത്തി നെടുവീർപ്പിട്ടു. പിന്നെയും തുടർന്നു, ഉണ്ണി, 13 വർഷം നീ പാണ്ഡവരെ പീഡിപ്പിച്ചു. അത് പോകട്ടെ. അവർക്കുള്ളത് അവർക്ക് കൊടുക്കുക. സുഖമായി രാജ്യം ഭരിക്കുക. യുദ്ധം നടന്നാൽ പിന്നെ നിനക്ക് ഭരിക്കാൻ പ്രജകളുണ്ടാവില്ല. നീ കാരണം ലോകം നശിക്കരുത്. നിനക്ക് അമ്മ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? നീയൊരു വിഡ്ഢിയാണ്. ഭീഷ്മാദികളെ കൊണ്ട് യുദ്ധം ജയിക്കാനാവില്ല. അവർ വേണ്ട പോലെ പൊരുതില്ല. ധർമ്മനിഷ്ഠരാണ് അവർ. പാണ്ഡവരോട് അവർക്ക് കോപമില്ല. അതുകൊണ്ട് ഉണ്ണി, ലോഭം വെടിഞ്ഞ് ശമം കൈക്കൊള്ളുക. ദുര്യോധനൻ ഒന്നും പറഞ്ഞില്ല. അതിനുശേഷം അയാൾ ഉപജാപക സംഘത്തോടൊപ്പം ചേർന്ന് കൃഷ്ണനെ തടവിലാക്കാൻ വഴിതെടുകയായിരുന്നു. ഗാന്ധാരിയുടെ വാക്കുകൾ അനാഥമായി. പുത്രൻ അവയൊന്നും സ്വീകരിച്ചില്ല. ഗാന്ധാരിയും പാണ്ഡവരും നേരത്തെ ചൂണ്ടിക്കാട്ടിയ പോലെ വാക്പാരുഷ്യം മഹാവ്യസനങ്ങളിൽ ഒന്നാണ്. വാക്കുകൾ കൊണ്ട് പോരാടി പരസ്പരം തേജോവധം ചെയ്ത് ജീവിക്കുന്ന നിർഭാഗ്യവാന്മാർ നിരവധി. വാക്കിൻ്റെ വജ്രപാതമേറ്റ് അനുജൻ ജ്യേഷ്ഠന് നേരെ വാളെടുത്തു. വാക്കിൻ്റെ ശരമാരി പെയ്യിച്ച് ആത്മഹത്യയിൽ നിന്ന് മുക്തി നേടി. വാക്പാരുഷ്യത്തിൻ്റെ ഭാവനാത്മകമായ പുനഃസൃഷ്ടിയാണ് ശാപവചസ്സുകൾ. അവയുടെ സാന്നിധ്യമില്ലാത്ത പഴയ ഗ്രന്ഥങ്ങൾ വിരളം. കഠിനമായ വാക്കുകൾ ഏൽപ്പിച്ച് എതിരാളിയെ മാനസികമായി ക്ഷതമേൽപ്പിക്കുക. മറ്റു തരത്തിൽ നിസ്സഹായനായ ഒരാൾ നിരപരാധിയായിട്ടും തനിക്ക് നേരെ കുറ്റം ചെയ്യുന്നവന് നേരെ പ്രയോഗിക്കുന്ന വാക്കിൻ്റെ വാളാണ് ശാപം. കഠിനമായ അനീതി കാണിക്കുന്ന വ്യക്തിയോട് അതിന് വിധേയരാകുന്നവരുടെ പ്രതിരോധമാണത്. അതുകൊണ്ട് തന്നെ കുറ്റവും ശിക്ഷയും തമ്മിലുള്ള അനുപാത ഔചിത്യം പാലിക്കേണ്ടതുണ്ട്. ചെറിയ കുറ്റത്തിന് വലിയ ശിക്ഷ അനുചിതമായിരിക്കും. ചിലപ്പോൾ ഉച്ചരിച്ചു കഴിഞ്ഞ ശാപത്തിൻ്റെ കാഠിന്യത്തെ ലഘൂകരിക്കുന്ന പതിവ് കാണാം. ഗാന്ധാരിയുടെ ദുഃഖം നിസ്സീമമാണ്. ഗാന്ധാരിക്ക് മാത്രമല്ല, ഒരമ്മയ്ക്കും താങ്ങാനാവാത്ത മനോവേദനയാണ് അത്. പറഞ്ഞറിയിക്കാനാവാത്തത്, അക്ഷരങ്ങൾ കൊണ്ട് വിവരിക്കാനാകാത്തത്. അതുകൊണ്ട് തന്നെ അവരുടെ ഉള്ളിൽ രോഷത്തിൻ്റെ ഒരു വൻ കടലുണ്ട്. അത് ഇരമ്പിയാർത്ത് വേലിയേറ്റമുണ്ടായാൽ അതിലെല്ലാവരും ഒടുങ്ങും. എല്ലാം നഷ്ടപ്പെട്ടവളുടെ ദുഃഖമാണ് ഗാന്ധാരിയുടേത്. ഗംഗാതീരത്ത് ധൃതരാഷ്ട്രൻ്റെ കൂടെ ഗാന്ധാരി നിന്നു. അവരുടെ കണ്ണുകളിലെ പ്രകാശം പൊലിഞ്ഞു. പഴയ പ്രതാപിനിയായ ഗാന്ധാരിയുടെ നിഴൽ മാത്രമായി ഗാന്ധാരി നിന്നു. പാണ്ഡവരെത്തി. കൃഷ്ണനും പാണ്ഡവരും തല താഴ്ത്തി നിന്നു. അവരിലും ദുഃഖം കനത്തു നിന്നു.
യുദ്ധത്തിൽ തങ്ങൾ ചെയ്ത കൊടുംപാതകങ്ങൾ അവരെ വേട്ടയാടി. അനാഥരായ ഈ വൃദ്ധദമ്പതികളെ എങ്ങനെ നേരിടും എന്ന് കരുതി അവർ പതറി. എല്ലാ യുദ്ധങ്ങളും അപ്രകാരമാണ്. പാതകങ്ങളില്ലാതെ ആരും ഒരു യുദ്ധവും ജയിച്ചിട്ടില്ല. ആരും ഇന്നേ വരെ ധർമ്മയുദ്ധങ്ങൾ ചെയ്തിട്ടില്ല. ധർമ്മയുദ്ധം എന്നത് കേവലം ഒരു അലങ്കാര കൽപ്പന മാത്രം. അതുകൊണ്ട് യുദ്ധത്തിലെ കൂട്ടക്കൊലകളും വംശഹത്യകളും എന്നും വിസ്മൃതങ്ങളായി. യുദ്ധം തുടങ്ങുന്നതാണ് കുറ്റം. തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആയിരങ്ങൾ കൊല്ലപ്പെടാതെ യുദ്ധാവസാനമില്ല. 18 ദിവസങ്ങളിലെ തുടർച്ചയായ ഘോരയുദ്ധങ്ങളിൽ സേനകൾ മണ്ണടിഞ്ഞു. ഇനി സിംഹാസനാരൂഢനാകുന്നവൻ ശവപ്പറമ്പുകളെ സാക്ഷി നിർത്തി ഭരിക്കേണ്ടതുണ്ട്. വീണ്ടും ദിഗ്വിജയങ്ങൾ വരും. അവയില്ലാതെ അധികാര സ്ഥാപനമില്ല. മുഖാവരണമണിഞ്ഞ് ഗാന്ധാരി നിന്നു. പാണ്ഡവർ തല താഴ്ത്തി ഒരാൾക്ക് പിന്നിൽ മറ്റൊരാളായി നിന്നു. അവരുടെ പാദങ്ങൾ ഇടറിക്കൊണ്ടിരുന്നു. മഹായുദ്ധങ്ങളിൽ മല പോലെ ഉറച്ചു നിന്നവർ പശ്ചാത്താപത്തിൻ്റെ ആൾരൂപങ്ങൾ പോലെ നിലകൊണ്ടു. ദുഃഖത്തിൻ്റെ കരിനിഴലുകൾ അവരെ പൊതിഞ്ഞു. ഗാന്ധാരി ആദ്യം യുധിഷ്ഠിരനെ നോക്കി. അവരുടെ ഉള്ളിൽ നീരസം തിരയടിച്ചു. എന്താവാം തൻ്റെ മുന്നിൽ ഇപ്പോൾ അനുസരണയുള്ള കുട്ടിയെപ്പോലെ നിൽക്കുന്ന ഇയാളുടെ ന്യായീകരണങ്ങൾ? ഗാന്ധാരിയുടെ ഉള്ളിൽ ശാപവചസ്സുകൾ ചിറകടിച്ചു. ധർമ്മപുത്രൻ തലയുയർത്താതെ തൻ്റെ നിൽപ്പു തുടർന്നു. 100 മക്കളെ നഷ്ടപ്പെട്ട ഗാന്ധാരി എന്ന അമ്മയുടെ മുന്നിൽ ക്ഷമാപണ വാക്കുകൾ വെറുതെയാകും. അമ്മയായ കുന്തി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന യുധിഷ്ഠിരൻ്റെ ഉള്ള് തേങ്ങി. അദ്ദേഹത്തിലൂടെ അധീരതയുടെ വിയർപ്പുചാലരുവികൾ ഒഴുകി. അപ്പോഴേക്കും അവിടെ അനുഗ്രഹത്തിൻ്റെ തെന്നൽക്കീർ എന്ന പോലെ കൃഷ്ണദ്വൈപായനൻ എത്തി. വ്യാസൻ പറഞ്ഞു, ഗാന്ധാരി, നീ അവിവേകം കാണിക്കരുത്. എല്ലാം എനിക്കറിയാം. ഇരുപക്ഷവും ചെയ്ത കാര്യങ്ങൾ താരതമ്യം ചെയ്താൽ പാണ്ഡവർക്ക് ധാർമ്മികത അല്പം അധികം നിൽക്കും. യുധിഷ്ഠിരൻ നിന്റെ ശാപം അർഹിക്കുന്നില്ല. ഗാന്ധാരി പറഞ്ഞു, ഇല്ല, ഞാൻ ഇവരിൽ കോപിക്കുന്നില്ല. ഒക്കെ എൻ്റെ മക്കളുടെ കുറ്റം തന്നെയാണ്, പാണ്ഡുപുത്രന്മാരുടെയല്ല. എങ്കിലും ഭീമൻ എന്താണ് ചെയ്തത്? അവൻ എൻ്റെ മകനെ നാഭിക്ക് താഴെ ഗദ കൊണ്ടടിച്ചു. അത് ഞാൻ എങ്ങനെ ക്ഷമിക്കും? ഭീമൻ ഭയന്നു. മൃഗോദരൻ്റെ ശരീരം വിറച്ചു. പിന്നെ ഗാന്ധാരിയോട് പതുക്കെ പറഞ്ഞു, അമ്മേ, ഞാൻ അതൊക്കെ ചെയ്തു പോയി. ഭവതിയുടെ മക്കൾ ഞങ്ങളോട് ക്രൂരത കാണിച്ചു. ഞങ്ങൾക്ക് വേറെ വഴിയില്ലായിരുന്നു. ദുശാസനൻ്റെ രക്തം കുടിച്ചതായി ഞാൻ തോന്നിപ്പിച്ചിട്ടേ ഉള്ളൂ. സഹോദരൻ്റെ ചോര എൻ്റെ ചുണ്ടും വല്ലും വിട്ട് താഴോട്ടിറങ്ങിയിട്ടില്ല. അമ്മേ, നിരപരാധിനിയായ ഞങ്ങളുടെ പത്നിയെ ഭവതിയുടെ മകൻ അപമാനിച്ചു. ഗാന്ധാരി പിന്നെ ഒന്നും മിണ്ടിയില്ല. അവിടമാകെ നിശബ്ദത പരന്നു. ഗാന്ധാരി എല്ലാം പൊറുത്തു. ഗാന്ധാരി എന്ന അമ്മ ആ നിമിഷങ്ങളിൽ മഹാമനസ്കതയുടെ ഉയരങ്ങളിൽ നിൽക്കുന്നത് പോലെ തോന്നി. അവർ പറഞ്ഞു, ഉണ്ണി, നീ പറഞ്ഞതൊക്കെ ശരിയാണ്. എന്നാൽ ഞങ്ങൾക്ക്, ഈ വൃദ്ധ ദമ്പതികൾക്ക് ഒരാളെപ്പോലും നീ എന്തുകൊണ്ട് ബാക്കി വച്ചില്ല മോനെ? അത്രയെങ്കിലും കാരുണ്യം, ധാർമ്മികത നീ ഞങ്ങളോട് കാണിക്കേണ്ടിയിരുന്നില്ലേ ഉണ്ണി? ഭീമൻ നിശബ്ദനായി തല താഴ്ത്തി നിന്നു. യുധിഷ്ഠിരൻ അവിടെ തന്നെ കൈകൂപ്പി നിന്നു. അദ്ദേഹം നേർത്ത ശബ്ദത്തിൽ പറഞ്ഞു, അമ്മേ, ഞാൻ മഹാപാപിയാണ്. ഭവതി എന്നെ ശപിച്ചോളൂ. ഞാൻ അതാണ് അർഹിക്കുന്നത്. എനിക്കിനി ഒന്നും വേണ്ട, രാജ്യം വേണ്ട. ഭവതി എന്നെ ശപിച്ചോളൂ. ഗാന്ധാരി മൗനം പാലിച്ചു. എന്നാൽ പട്ടുവസ്ത്രത്തിനടിയിലൂടെ അവരുടെ നേത്രരശ്മികൾ കുനിഞ്ഞു നിന്നിരുന്ന യുധിഷ്ഠിരൻ്റെ കാൽനഖങ്ങളിൽ പതിച്ചു. അവ വെന്തുപോയി. കാൽനഖങ്ങൾ വിരൂപമായി പോയി. മനോഹരമായ കാൽനഖങ്ങൾ ഉണ്ടായിരുന്ന യുധിഷ്ഠിരൻ നിമിഷം കൊണ്ട് കുനഖിയായി മാറി. ഗാന്ധാരി പിന്നെ യുധിഷ്ഠിരനെ കോപം വിട്ട് വാത്സല്യത്തോടെ തഴുകി. പാണ്ഡവരെയെല്ലാം സ്നേഹത്തോടെ എതിരേറ്റു. അവരുടെ മുഖം പ്രശാന്തമായി. ഗാന്ധാരിയും കൃഷ്ണനും യുദ്ധഭൂമിയിലേക്ക് പോകുന്നതിന് മുമ്പാണ് ഗാന്ധാരി പാണ്ഡവരെ കണ്ടത്. കൃഷ്ണനെ കണ്ടത് അതിനുശേഷവും. കുരുക്ഷേത്രം എന്ന പ്രേതഭൂമിയിൽ നിന്ന് തിരിച്ചെത്തിയ ഗാന്ധാരിയുടെ മുഖം കാർമേഘങ്ങൾ അരങ്ങേറിയ മാനം പോലെ കറുത്ത് കനത്ത് നിന്നു. അവർക്ക് പെട്ടെന്ന് വല്ലാതെ പ്രായം കൂടിയതുപോലെ കാണപ്പെട്ടു. സ്ത്രീപർവ്വത്തിലെ 25-ാം അധ്യായം ഗാന്ധാരിയും കൃഷ്ണനും തമ്മിലുള്ള ചെറുതെങ്കിലും ഐതിഹാസികമായ കൂടിക്കാഴ്ച അവതരിപ്പിക്കുന്നു. കൃഷ്ണൻ്റെ നേർക്ക് ധൃതരാഷ്ട്രപത്നിയുടെ ശാപവചസ്സുകൾ വന്നു വീഴുന്നത് ആ കൂടിക്കാഴ്ചയിലാണ്. മൃത്യുവിൻ്റെ സാമ്രാജ്യത്തിൽ നിന്ന് തിരിച്ചെത്തിയ ഗാന്ധാരിയുടെ മുന്നിൽ ഒരു ശ്മശാനം മുഴുവൻ അതിൻ്റെ ഭയാനകമായ മൗനത്തോടെ ഘനീഭവിച്ചു നിന്നു. ദുഃഖം താങ്ങാനാവാതെ അവർ ശ്വാസം ആഞ്ഞുവലിച്ച്
കൃഷ്ണൻ്റെ മുമ്പിൽ നിന്നു. ഒരു തീപ്പൊരി വീണാൽ ആളിപ്പടരുന്ന അഗ്നിപർവ്വതമായി നൂറ്റുവരുടെ അമ്മ നിന്നു. നെഞ്ചിലേക്ക് താഴുന്ന ഗാന്ധാരിയുടെ മുഖം പതുക്കെ ഉയരവേ കൃഷ്ണൻ അവരുടെ മുന്നിൽ നിന്നു. അദ്ദേഹത്തിൻ്റെ മുഖം അക്ഷോഭ്യം, പ്രശാന്തം. ഗാന്ധാരിയുടെ മുഖത്ത് 1000 ചോദ്യശരങ്ങളുണ്ടായിരുന്നു. അവരുടെ കണ്ണുകൾ തിളങ്ങി. മുഖവുരയില്ലാതെ ഗാന്ധാരിയിൽ നിന്ന് ശാപവചസ്സുകൾ അടർന്നു വീണു. ജനാർദ്ദന, കൗരവരും പാണ്ഡവരും വഴക്കു തുടർന്നപ്പോൾ നീ എന്തുകൊണ്ടാണ് അവരെ ഉപേക്ഷിച്ചത്? ആ കലഹത്തിൽ നീ എന്തുകൊണ്ടാണ് ഉദാസീനനായത്? അവർ നശിച്ചു വെണ്ണീറായി. നീ ശക്തൻ, മഹാബലൻ. നീ ഉപേക്ഷ കാണിച്ചു മനഃപൂർവ്വം. അവരുടെ നാശം നിനക്കിഷ്ടമായിരുന്നു. നീ അതിൻ്റെ ഫലം അനുഭവിക്കും. അല്പമൊക്കെ മനോബലം ഞാനും നേടിയിട്ടുണ്ട്. അതിൻ്റെ ശക്തിയിൽ ചക്രധര, ഞാൻ നിന്നെ ശപിക്കുന്നു. തമ്മിൽ കൊല്ലുന്ന കുരുപാണ്ഡവന്മാരെ നീ ഉപേക്ഷിക്കുകയാൽ ഇനി അങ്ങോട്ട് 36 വർഷം കഴിയുമ്പോൾ നിനക്ക് ബന്ധുക്കളെ വധിക്കേണ്ടി വരും. നിന്റെ അമാത്യന്മാർ മരിക്കും, ജനങ്ങൾ ഒടുങ്ങും, നീ കാട്ടിൽ പോകും. അധമമായ വിധത്തിൽ നീ മരിക്കും. നിങ്ങളുടെ സ്ത്രീകൾ ഈ ഭാരത സ്ത്രീകൾ പോലെ കിടന്ന് ദുഃഖിക്കുമാറാകട്ടെ. ഗാന്ധാരി ഉച്ചരിച്ച മുൾവാക്കുകൾ കൃഷ്ണൻ കേട്ടു. അദ്ദേഹം പ്രശാന്തമായ മുഖത്തോടെ ഗാന്ധാരിയെ നോക്കി. കൃഷ്ണൻ്റെ മുഖത്ത് എവിടെ നിന്നോ ഒരു മന്ദസ്മേരം വിടർന്നു വന്നു. പിന്നെ ശാന്തമായി പറഞ്ഞു, ഗാന്ധാരി, വൃഷ്ണികുലം ഇല്ലാതാക്കുന്നത് ഞാൻ തന്നെയായിരിക്കും. എനിക്ക് അതൊക്കെ അറിയാം. യാദവന്മാർ തമ്മിൽ തല്ലി മരിക്കും, അതും എനിക്കറിയാം. പാണ്ഡവരത് കേട്ടു. അവരുടെ ഉള്ളിൽ ഇരുട്ട് പരന്നു. എന്തു ചെയ്യണമെന്നറിയാതെ നിസ്സഹായരായി അവർ നിന്നു. കൃഷ്ണൻ്റെ മുഖത്ത് വിടർന്ന മന്ദഹാസം മാഞ്ഞിരുന്നില്ല. പിൻവാക്ക്. ഇതിഹാസത്തിൽ ഗാന്ധാരി പ്രത്യക്ഷപ്പെടുന്ന സന്ദർഭങ്ങൾ ഏറെക്കുറെ കുറവാണ്. എന്നാൽ അവർ സന്നിഹിതയായ മുഹൂർത്തങ്ങളിലൊക്കെ ശ്രദ്ധേയയായി മാറുന്നത് കാണാം. അതുകൊണ്ട് തന്നെ ഇതിഹാസത്തിലെ ജ്വലിക്കുന്ന കഥാപാത്രങ്ങളിൽ ഒരാളാണ് ഗാന്ധാരി. സ്വന്തം അസാന്നിധ്യത്താൽ ഗാന്ധാരി ശ്രദ്ധേയയായി മാറുന്നത് ദ്യൂതസഭയിൽ വെച്ച് മാത്രമാണ്. അന്തഃപുരത്തിൽ വെച്ച് ദ്രൗപദി ആക്രമിക്കപ്പെടുമ്പോൾ അവരുടെ അസാന്നിധ്യം വാചാലവും ക്രൂരവുമായി അനുഭവപ്പെടും. കുന്തിയുടെ സ്നുഷയോട് നീതി പുലർത്താൻ അവർക്കായില്ല. ഇതിഹാസ കഥാപാത്രങ്ങളിൽ ആരും ഗാന്ധാരിയോട് അവരുടെ ദ്യൂതസഭയിലെ മൗനത്തെക്കുറിച്ചുള്ള ചോദ്യം ചോദിച്ചില്ല. ശപിക്കപ്പെട്ടപ്പോൾ കൃഷ്ണനും ചോദിച്ചില്ല. പാണ്ഡവരിൽ ആർക്കും അത്തരമൊരു കാര്യമേ ഉള്ളിൽ തോന്നിയില്ല. ധൃതരാഷ്ട്രനും ചോദിച്ചില്ല. പശ്ചാത്താപഭരിതരായി ഗാന്ധാരിയുടെ മുന്നിൽ നിന്നപ്പോഴും ഭീമന് പോലും അത് ചോദിക്കണമെന്ന് തോന്നിയില്ല. അന്തഃപുരത്തിൽ വെച്ച് ദ്രൗപദി ദുശാസനാൽ ഓടിച്ചിട്ട് ആക്രമിക്കപ്പെടുമ്പോൾ ആരും ഗാന്ധാരിയുടെ മകനെ തടഞ്ഞില്ല. ദ്രൗപദി വൃദ്ധകളായ ഗുരുസ്ത്രീകളുടെ അരികിലേക്ക് ഓടിയെത്തി അഭയം അഭ്യർത്ഥിക്കുന്നുണ്ട്. അപ്പോഴും ഗാന്ധാരി അവരുടെ രാജമന്ദിരത്തിൽ നിന്ന് പുറത്തു വരുന്നില്ല. ഋതുമതിയായി ഒറ്റവസ്ത്രമുടുത്ത അതിഥിയായ രാജകുമാരി പുരുഷനാൽ പരസ്യമായി അപമാനിക്കപ്പെടുക എന്ന നീചപ്രവൃത്തി അന്ധനായ രാജാവും അന്ധയായ പട്ടമഹിഷിയും വാഴുന്ന രാജധാനിയിൽ വച്ച് നിർബാധം അരങ്ങേറി. ഹസ്തിനപുരി എന്ന സാമ്രാജ്യത്തിൻ്റെ അധപ്പതനം ആ നിമിഷം മുതൽ ആരംഭിച്ചു. അമ്മയില്ലാത്ത പെൺകുട്ടിക്ക് വിവാഹാവസരത്തിൽ വനസ്പതികൾ വാത്സല്യപൂർവ്വം പൂക്കളിലൂടെയും തളിരുകളിലൂടെയും വിവാഹവസ്ത്രങ്ങൾ സമ്മാനിച്ച ഹൃദയഹാരിയായ ശാകുന്തള സന്ദർഭം പോലെ ആരുമില്ലാത്ത പാർഷദിക്ക് പ്രകൃതി അതിൻ്റെ ദുസൂചനകളാൽ സാന്ത്വനം നൽകി. പട്ടമഹിഷി, രാജ്ഞി, ആതിഥേയി, സ്ത്രീ, അമ്മ എന്നീ നിലകളിലൊക്കെ ദ്രൗപദിക്ക് രക്ഷ കൊടുക്കാൻ കടപ്പെട്ട വ്യക്തിയായിരുന്നു ഗാന്ധാരി. കള്ളച്ചൂത് കളിച്ച് രാജ്യം കൈക്കലാക്കിയത് പോട്ടെ എന്ന് വയ്ക്കാമായിരുന്നെങ്കിലും പാണ്ഡവരുടെ പത്നിയുടെ അഭിമാനം പരസ്യമായി കവർന്നെടുക്കാനുള്ള ശ്രമത്തെയാണ് സഭയിൽ തല താഴ്ത്തിയിരുന്ന അടിമ രാജാക്കന്മാർ അനുകൂലിച്ചത് എന്നു കാണാം. പുത്രൻ്റെ അധമ പ്രവൃത്തികൾക്ക് നിർലോഭം പിന്തുണ നൽകിയ ഭർത്താവിനെ നേരിട്ട് കുറ്റപ്പെടുത്താൻ തയ്യാറായ ഗാന്ധാരിക്ക് ദ്രൗപദിക്കായി ഒരു വാക്ക് മൊഴിയാൻ കഴിഞ്ഞില്ല. കുരുക്ഷേത്ര ഭൂമിയിൽ ദുശാസനൻ്റെ മൃതശരീരം കാണുന്ന സമയത്ത് താൻ അവനെ അക്കാര്യത്തിൽ ശകാരിച്ചതായി ഓർമ്മിക്കുന്നുണ്ട്. എന്നാൽ അത്തരമൊരു സന്ദർഭം ഇതിഹാസത്തിൻ്റെ മുഖ്യ ആഖ്യാനധാരയിൽ ദൃശ്യമല്ല. അവിടെ വെച്ച് തന്നെ ശകുനി ഉപജാപവീരനായിരുന്നെന്ന് ഗാന്ധാരി മൊഴിയുന്നുണ്ട്. എന്നാൽ മക്കളുടെയും രാജ്യത്തിൻ്റെയും രക്ഷയ്ക്കായി ഉപജാപശ്രമങ്ങൾ നിർത്തണം എന്ന് ശകുനിയോട് പറയാനുള്ള ആർജവം ഒരിക്കൽ പോലും ഗാന്ധാരി എന്ന മഹാരാജ്ഞിയുടെ ഭാഗത്തു നിന്ന്
ഉണ്ടായില്ല. ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇതിഹാസത്തിലെ വിധിവിഹിതം അലംഘനീയം എന്ന ആഖ്യാനശീലിൽ നിന്ന് വായിച്ചെടുക്കാവുന്നതാണ്. നിയതിയെ കടുത്ത ചായം തേച്ച് അവതരിപ്പിക്കുന്ന ആഖ്യാന രീതി പഴയ ഗ്രന്ഥങ്ങളിൽ സ്വാഭാവികമാണ്. ഇരാവതി കാർവെ മഹാഭാരത സന്ദർഭങ്ങളെ പുനരാഖ്യാനം ചെയ്യുന്ന തൻ്റെ യുഗാന്ത എന്ന രചനയിൽ എഴുതുന്നു: ഗാന്ധാരത്തിൽ നിന്ന് സഹോദരൻ്റെ കൂടെ ഏറെ ദൂരം രഥത്തിലും പല്ലക്കിലുമായി സഞ്ചരിച്ച് ഗാന്ധാരി തൻ്റെ സങ്കല്പ നഗരിയായ ഹസ്തിനപുരിയിലെത്തി. യാത്ര കഠിനം, ക്ലേശകരം. സ്വീകരണാഘോഷങ്ങളിലൊന്നും ശ്രദ്ധിക്കാൻ കഴിയാതെ 2 നാൾ ഗാന്ധാരി എന്ന കന്യക ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. പിന്നീട് എപ്പോഴോ സഖി വന്നെത്തി ആ ഭയാനകമായ കാര്യം ദുഃഖത്തോടെ മൊഴിഞ്ഞു: തന്നെ വിവാഹം കഴിക്കുന്ന രാജകുമാരൻ ജന്മന അന്ധനാണെന്ന്. കഠിനമായ പ്രതിഷേധത്തിൻ്റെ പ്രതീകമായി വിവാഹവേളയിൽ പോലും ഗാന്ധാരി തൻ്റെ കണ്ണുകളെ നേത്രാവരണത്താൽ മൂടിക്കെട്ടിയിരുന്നു. ഒരിക്കൽ പോലും നേത്രാവരണം മാറ്റി അവർ തൻ്റെ മക്കളെപ്പോലും കണ്ടില്ല. ഹരേ.